കളിക്കുന്നത്. ഇതിൽ നമ്മളൊരു വെറൈറ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ കളിക്കുന്ന ഗെയിം റോബ്ലോക്സ്, സ്റ്റിബിൾ ഗൈസ് ഇങ്ങനെ ഒന്നുമല്ല. പക്ഷെ ഇതൊരു വെറൈറ്റി ഉണ്ട്. കാരണം നമ്മളെന്ന് നമ്മുടെ പുതിയ ഗ്രാഫിക്സ് കാർഡിലാണ് കളിക്കാൻ പോകുന്നത്. RTX 5050ലാണ് ഗെയിംസ് നമ്മൾ ഇന്ന് കളിക്കാനായിട്ട് പോകുന്നത്. പേരിന്റെ ഗെയിമിന്റെ പേരാണ് ഫോർ നൈറ്റ്. നമ്മൾ ഞാൻ പകുതി വീതമൊക്കെ കളിച്ചിട്ടുണ്ട് കേട്ടോ, പകുതി. പക്ഷെ എനിക്ക് അങ്ങനെ അറിഞ്ഞുകൂടുന്നില്ല. എന്നാലും ഗെയിം സ്റ്റാർട്ട് തുടങ്ങായി. നമ്മൾ ഇതാണല്ലേ ഇതൊക്കെ കൊള്ളാം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. നല്ലൊരു കാർട്ടൂണിഷ് പോലെ ഓപ്പൺ വേണ്ട. ഇങ്ങനെ ഒരിക്കലും കിട്ടുന്നു വിടാൻ പറ്റുമോ? ഇതൊക്കെ ആളുകൾക്ക് നിൽക്കാൻ പറ്റും. പക്ഷെ ഞാൻ ഒരിക്കലും നിർത്തൂല, നിൽക്കണ്ട. നമ്മൾ ലെവൽ 12 ഞാൻ കളിച്ചെത്തിയതാണ്. ഇനി 12 ആയപ്പോ എനിക്കൊന്നും കൊല്ലാൻ പറ്റൂല, അത് വേറെ കാര്യമാണ്. പക്ഷെ നിങ്ങൾ എനിക്കിതിന്റെ കുറച്ച് ടിപ്സും മറ്റേ എന്താണ് കുറച്ച് എസ്കേപ്പുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ. കാരണം എനിക്ക് അറിഞ്ഞൂടെ. പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ തെറ്റാണ് എന്നൊരു എൻ്റെ ഒരു ഡൗട്ട് എൻ്റെ മനസ്സിൽ എല്ലാത്തിലും ഉണ്ട്. അത് കറങ്ങിക്കൊണ്ടിരിക്കും. ഫൈറ്റിംഗ് സെർവർ ഇതൊന്നും ഇതിങ്ങനെ പോയാൽ 1 മിനിറ്റ് എടുക്കും. 1 minute and 32 വന്നു. പക്ഷെ എനിക്കിപ്പോ മനസ്സിലൊരു കാര്യം ഇതൊന്നും മനസ്സിലായി. എന്റെ കമ്പ്യൂട്ടറിന് എന്നെ ഒരു വിലയുള്ളത് വരാതില്ല. ഇവിടെ വലിയ നമ്മള് നല്ല ഭംഗിയ കൊറേ ഫുഡൊന്നും കഴിച്ചില്ല. എന്നിട്ട് എന്തോ കിടക്കുന്നു പാർട്ടിയാണ് വലിയ. ഞാനിതാണോ അവന്റെ ഒരു കേട്ട കറക്കായിരുന്നു. അവൻ അടിച്ചു പൊട്ടിച്ചു. എന്റെ ടൈം വീഴുമ്പോ ഞാൻ തോൽക്കലോ. ഇതൊക്കെ അടിക്കും. അടി പൊട്ടിച്ചോടെ പോക എങ്ങനെയൊക്കെ എഴുതിയിട്ട് കേട്ടാ. അത് വേറെ കാര്യം. അവനും അടിക്കുന്നുണ്ടാ പോടാ. അവനും എന്നെ അടിക്കും, അത് വേറെ കാര്യം. പക്ഷെ എന്റെ ഹെൽത്ത് കുറെ എത്ര കളിച്ചാലും നല്ല രീതിയിൽ നിന്നപ്പോഴേ നമ്മുടെ ഹെലികോപ്റ്റർ വന്നു. നമുക്ക് ഇപ്രാവശ്യം ഞാൻ ചാടാൻ വരുന്നത് ഇവിടെ. ഇതൊക്കെ എനിക്ക് മനസ്സിലായി. ഇത് എവിടെയാണ് കളിക്കുന്നത് കാര്യമാണ്. ഈ ഗണ്ണൊക്കെ കിട്ടുന്ന ഒരു സ്ഥലം എങ്ങനെയെന്ന് പറഞ്ഞാൽ കൂടുതൽ ഗൺസ് അതൊക്കെ കിട്ടുന്ന ഒരു സ്ഥലം. സ്കൈ ഡൈവ് അങ്ങനെ. അയ്യോ ഓക്കെ എന്താ ഇവിടെ ആരെങ്കിലും ഉണ്ടാ? ഒരുത്തം തോന്നിക്കുന്നു. ഞാൻ അങ്ങോട്ട് പോട്ടെ. വേറെ അങ്ങോട്ടെങ്കിലും നമുക്ക് പോകാം. അതുകൊണ്ട് ഒരുത്തം നിൽക്കുന്നു. ഞാനിവിടെ നോക്കിയിട്ട് എനിക്കൊന്നും കിട്ടുന്നില്ല കേട്ടോ. അങ്ങോട്ട് പോയിരിക്കാം കേട്ടോ. അവിടെ ഗണ്ണുണ്ടാക്കിയത് നൈസായിട്ട് കണ്ടും പോകുന്നു. നേരത്തെ എവിടെയും ഞാൻ കണ്ടെടുത്തത് കേട്ടോ. ഞാൻ പറ്റുന്ന നമുക്കിന്ന് കുനിയാൻ കേട്ടോ. കുനിഞ്ഞിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ കാണാൻ അത് വളരെ കുറവായിരിക്കും. ഞാൻ ഇവിടെ പെട്ടിയൊക്കെ ഉണ്ട്. ഇന്നത്തെ സിമ്പിൾ പെട്ടിക്ക് വേണ്ടിയുള്ള ആളെന്ന് എനിക്ക് തോന്നുന്നു. അവന് പറയാ നീ വെടി വരുമെന്നുള്ളത് കാര്യങ്ങളുണ്ടായില്ല. ഓക്കെ വെടി വരെയാണെങ്കിൽ പണിയാണ്. അവിടെ ഒരുത്ത അവിടെ നിൽക്കുന്നത് പോലെ കണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല. പശുക്കളൊക്കെ ഉണ്ട്. പശുവോ ഇവിടെ ഉണ്ട് കേട്ടോ. ഹൈഡ് ചെയ്യാം. ഓക്കെ ഹൈഡ് ചെയ്തു. ഇവിടെ വല്ലവരും ഉണ്ട്. അവിടെ എന്തോ ഒരു വെടി നടക്കുന്നുണ്ട്. അവിടെ എന്തോ വെടിയപ്പോ ഉണ്ട്. കണ്ടില്ല സിമ്പലൊന്നും പറഞ്ഞു. പശുക്കുട്ട പശു പൊട്ടിപ്പോയി. ഇത് പശുവിന്റെ എന്തുവാ? ഇത് പശുവിന്റെ എന്തുവാ പറയാ സ്റ്റാച്ചു. അത് റിയൽ പശു ആണെന്ന് വെച്ചാൽ ഒരു വെടി ഞങ്ങൾ വെച്ചോളൂ. പക്ഷെ റിയൽ പശുവിന്റെ ഇതൊക്കെ കിട്ടി. ഇതൊക്കെ എടുക്കാം.
നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു വേറെ എവിടെയല്ല നമ്മുടെ ലോകത്ത് തന്നെ. ഓടാ എന്തെത്ര പറയാനും അടിപൊളിയല്ലേ അത്. എനിക്ക് നമ്മളെ പറ്റി എന്നോടാ കളി. ചാവാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടാണെന്ന് എനിക്ക് മനസ്സിലായി. അത് ടൈമിങ് സംഭവം എന്തുവായിപ്പോ സംഭവം എനിക്ക് മനസ്സിലായില്ല കേട്ടാ. എനിക്ക് മനസ്സിലായില്ല എനിക്ക് സംഭവം. ഞാനിവിടുന്ന് വെളിയിറങ്ങും. ഇത് എന്ത് എനിക്ക് മനസ്സിലായില്ല. ഇവിടെ എന്തോ മഴ പെയ്യുന്നൊക്കെ എന്തോ സിമ്പല് വരുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മള് നീല ഭാഗത്തുനിന്ന് വെളിയിറങ്ങണോ? ഇറങ്ങി നോക്കാട്ടാ. നമുക്ക് നീലേന്ന് വെളിയിറങ്ങണമെന്നാണ് ഞാൻ എന്റെ ഒരു കണ്ടെത്തലുകൾ. ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി പരമാവധി ട്രൈ ചെയ്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇവിടെ ഇങ്ങനെ ചാടാൻ കഴിയും. നീന്തി തുടങ്ങി. ഞാൻ നീലേന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ. ഞാൻ നീലേന്ന് ഇറങ്ങി. എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ലെന്നാണ് തോന്നുന്നത്. ഓക്കെ, പക്ഷേ ഇതൊന്നും ഇവിടെ ആരും ഇല്ല. ഇവിടെ ഐഡി നമുക്ക് വല്ല കൊല്ലാൻ പറ്റുമോ നോക്കട്ടെ. പറ്റിയില്ല. അവിടെ ആരും ഇല്ലേ? ഇവര് വെടിയവന്റെ ചത്തോടുന്നതേ ഇത്. അവിടെ ഞാൻ ചാവാനുള്ള പുറപ്പാടി തന്നെയാണ്ടാ പോണെ. ചാവാൻ വേണ്ടിയിട്ടുള്ള ചാവാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടിൽ തന്നെയാണ് പോണത്. ചാവാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടിൽ തന്നെയാണ് പോണത്. നീ ചത്താലും കുഴപ്പമില്ല. എനിക്ക് ആ വെടി ഒപ്പ് കാണാം. ഞാൻ ചത്താൻ ഇതുകൊണ്ട് അതാണ് നടക്കുന്നത്. നമുക്ക് ഇങ്ങോട്ട് വെടിവെച്ച് ഓക്കെ. യെസ്, ഒന്ന് ഒരുത്തർ തട്ടി. ഇങ്ങനെ നമുക്ക് പോയി കൊല്ലാം കേട്ടാ. അവിടെ വേറൊരുത്ത നിക്കുന്നു. നമുക്ക് അവരെ എത്ര പേരെ കൊല്ലണം. പോണാ അയ്യോ, ഞാൻ ചാവല്ലേ. അയ്യോ, അവള് വരണത് അടുത്തോട്ട് വരുന്നു തോന്നുന്നു കേട്ടാ. ഞാൻ പൊട്ടിക്കും. ഒരാളെ കൊന്നതിൽ എനിക്ക് ബഹുമാനമുണ്ട്. അയ്യോ എന്റെ പൊന്നെ, ഇന്ന് ഞാൻ ചത്തത് തന്നെ. എന്റെ പൊന്നെ, ഈ ഹീറോ കാണുന്നത് ഞാൻ എന്തൊരു കാണിക്കും. ഇത് വെച്ചോണ്ട് പോവാ. എന്റെ പൊന്നെ, എവളെന്നെ വിടൂലെന്നാണ് തോന്നുന്നത്. അമ്മച്ചേ, ഞാൻ എന്റെ പൊന്നെ. നീല് കാണാൻ വരണം. നമുക്ക് ആയിരം കേളം തോന്നുന്നില്ല. ഇവിടെ വരെ എനിക്കെന്തോ അറിയുന്നില്ല. ഈ നീല് വരുന്നതിന് നമ്മൾ ഉള്ളിൽ കയറണം. അവള് പോയെന്ന് തോന്നുന്നു. അവക്ക് മനസ്സിലായി ഇത് മുമ്പ് കളിയൊന്നും. അത് ഇച്ചിരി സ്ഥലം ഉള്ളായിരുന്നു. അതൊന്നും കുഴപ്പമില്ല. എന്നാലും എനിക്ക് അഭിമാനമാണ്. ഞാൻ അവിടെ തന്നെ തട്ടി. ആ സാധനം അവിടെ നിൽക്കുന്നു കേട്ടാ. ഈ പറയുന്നത് ആരും ഓടി ചെയ്തോ അങ്ങോട്ട് പോകാൻ
നമ്മൾ ഇങ്ങോട്ട് പോവാണ്, ഇങ്ങോട്ട് പോയി നോക്കാം എന്താ സംഭവം. സോ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ 10 സാധനം ഇങ്ങോട്ട് വരുമെന്ന് തോന്നുന്നു. നമ്മൾ ചത്തുപോകും. ടൈമിൽ ഉണ്ടോ? നമ്മൾ ഇവിടെ നിന്ന് കണ്ടിട്ട് ചാടി. ഓക്കെ, നമ്മൾ ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ യുദ്ധത്തിന്റെ അവിടെ പോയൊക്കെ വെടിവെക്കുന്നതാണ്. ഓക്കെ, നമ്മളപ്പോ ഇതിന്റെ ഉള്ളിലോട്ട് കേറിയിട്ടുണ്ട്. നമുക്ക് ഇത് പേടിക്കണം. നമ്മൾ രക്ഷപ്പെട്ടു. ഞാൻ രക്ഷപ്പെട്ടു. നമ്മളിവിടെ രക്ഷപ്പെടണമെന്ന് പറഞ്ഞിട്ട് ഞാൻ എസ്കേപ്പ്ഡ്. നമ്മളെ കളിയിലുള്ള എല്ലാരും ഇവിടെ നിന്ന് ഇങ്ങനെ എസ്കേപ്പ് ആവണം എന്ന് പറഞ്ഞതാണ്. ഞാൻ എസ്കേപ്പായി. ഞാനിനുണ്ട് അവിടെ. നല്ല അഭിമാനമുണ്ട് ഞാൻ തട്ടി വെച്ച സാധനം ഞാൻ എടുത്തില്ലല്ലോ ഏട്ടാ. അവളെത്തി കൂടെ പോയാണെന്ന് തോന്നുന്നുണ്ട് എന്നെക്കാട്ടും. എന്നാലും ഞാൻ കൊന്നിട്ടുണ്ടോ അവളെ? എന്തോ യുദ്ധം. അപ്പൊ ഇനി എനിക്ക് ഇടപെടാനുള്ള സമയമായി. ഇത് ഞാൻ ചാവും, കാരണം എന്റെ ഹെൽത്ത് കണ്ട ഭയങ്കര ലോ ആയിപ്പോയി. ഇതിൽ വല്ലതും ചെയ്യാൻ പറ്റുമോ? ഇത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പൊ ഇതിലും കളിയുണ്ട് കേട്ടാ. നമുക്ക് ഇതിലിങ്ങനെ ഹെൽത്ത് കൂട്ടാം. കുറച്ച് 7 നമുക്ക് ഫുള്ളാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. 62 നമ്മള് നമ്മളെ ഹെൽത്ത് 75 ആയി. സോ നമുക്ക് ഇത്ര വെച്ച് ഫൈറ്റ് ചെയ്യാന്നാണ് അവർ പറയുന്നത്. സോ നമുക്ക് എന്തായാലും ഇത് മതി. അപ്പൊ ഇങ്ങോട്ട് പോവല്ലേ? ഇവിടെ എന്തോ വെടിയിട്ടുണ്ട് കേട്ടോ. എന്തോ സംഭവമുണ്ട്. നമ്മള് പിന്നെ അതിന്റെ ഉള്ളിലേക്ക് കയറണം എന്ന് പറയുന്നു. സോ ഞാൻ അതിന്റെ ഉള്ളിന്നല്ല വെളിയിൽ പോണം. പിന്നെ ഇതിപ്പോ വരും തോന്നി. ഞാനും അതിന്റെ ഉള്ളിൽ കയറി പോയിട്ടുണ്ട്. ഞാനും എസ്കേപ്പ്. ഞാനും കയറി. എനിക്ക് നല്ലൊരു തോക്ക് കിട്ടി. തോക്കോടെ ഇത് നെയ് ചെയ്യുന്ന തോക്ക്. എസ്കേപ്പ്. ഞാൻ നമുക്ക് എതിരാളി അത് കാണാനില്ലല്ലേ. അവരിവിടെ കാണാനില്ല. കിട്ടി. എന്തോന്നാ ഇപ്പം? എവിടെ വെടിയുണ്ട് കേട്ടോ. എനിക്ക് ആവുന്നുണ്ടേ. അല്ല, ഇപ്പൊ വേണ്ട. എനിക്കിത് വേണ്ട ഐറ്റം ഉണ്ട് സത്യത്തിൽ. കുത്തിക്കാട്ടിൽ വല്ല കുട്ടിക്കാട് പാഞ്ഞിരുന്നു. സാഹചര്യം അവൻ ഹെൽത്ത് ഭയങ്കര കുറവാട്ടോ. ഭയങ്കര ലോ ആണ്. ഇന്നലെ ലോ ഗൈസ് നമ്മുടെ ഹെൽത്ത്. ബാൻഡേജ് കിട്ടി നമ്മളെ ഹെൽത്ത് ഒക്കെ ആകും. കുറ്റിക്കാട്ടിൽ നിന്ന് നമ്മളെ ഇറങ്ങാം, കുഴപ്പമില്ല. ഒരാളെ തട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. പിന്നെ എന്താണ് നോക്കാം. അവിടെ വല്ലതും നോക്കിയിട്ടൊന്നും ഇല്ല. ആരും ഇല്ലെന്ന്.
അങ്ങനെ ആരും ഇല്ലെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ കണ്ട് ഇവിടെ ഇങ്ങനെ നോക്കിയിട്ട് ഇവിടെ അങ്ങനെ ആരും ഇല്ലേ. ഞാൻ നോക്കിയിട്ട് ഇവിടെ ആരും ഇല്ല. നമുക്ക് കാണിച്ചേ അവിടെ പോ. അവിടെ കണ്ട അവിടെ പോയിട്ട് ഞാൻ ഇത്രയ്ക്ക് കളിച്ചു. നേരത്തെ എനിക്ക് 12ാമത്തെ ലെവലായിട്ട് ഒരു ഒന്നും കളി കണ്ണൂറ്റി വരയ്ക്കടാ. നല്ല കണ്ണെടുക്കുന്നു. നീ കണ്ണൂറ്റടിക്കാം. ഞാൻ പോയാ ഈ സൗ ഓടിയെന്ന് തോന്നുന്നു കേട്ടാ. ഇന്ദ്രാണോ എന്തോ പൊന്നെ പൊന്നെ എന്തൊരു വെടിയാണോ ഇത്. എനിക്ക് സന്തോഷമില്ല. ഇവിടെ ഇരുന്നാണ് എന്നെ വെടിവെച്ചാവൻ. എന്നാലും ഞാൻ ഒരു പ്രാവശ്യം തത്തുള്ളൂ. ഞാൻ ലെവൽ 14 വരെ എത്തി. അയ്യോ 13 ആണല്ലേ. ഞാൻ എത്രാമത്തെ ലെവലിലാണ് എത്തിയത്? 13. ഓ ഞാൻ ലെവൽ 12ലായിരുന്നു ഇരുന്നു. ഇപ്പൊ 13 ആയി. ലെവൽ 14. ഞാൻ അവിടെ വെടി വെച്ചാ തർക്കമൊക്കെ തീർന്നു. അവിടെ പോയെങ്കിൽ നെയ്ലാണ് വിളിച്ചു. അതല്ല എനിക്ക് ഭയങ്കര ഫ്രൈറ്റ്. ഓക്കെ അപ്പൊ വെടിവെച്ചു. അയ്യോ ഓക്കെ അപ്പൊ നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്തു. പോടി നീ പോടി നീ ഒഴുകള് എന്നെ വെടി. എന്നല്ലേ ഇത് ഷോട്ടല്ലല്ലേ ഭയങ്കര ബുള്ളറ്റ് കേൾക്കാം. നമുക്ക് ബുള്ളറ്റ് കേൾക്കും. നമ്മളിപ്പോ നമ്മളെ നമ്മൾ ഇത് എന്തിനാണ് നമ്മളെ ഷെൽറ്ററിന് യൂസ് ചെയ്യുന്ന ഐറ്റം ആണോ ഇത്, അതോ എന്തിനെങ്കിലും ഇത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത പോയിന്റ് അല്ലേ കിട്ടും? നിങ്ങളൊന്ന് കമന്റ് പറയുന്നു. ഞാൻ നേരത്തെ പോയ സ്ഥലം ഇവിടം വരെ എത്തി. ഞാൻ കയറാൻ ഉദ്ദേശിക്കുന്ന ഈ ബിൽഡിങ്ങിന്റെ മേലില് ആ താഴെ നോക്കണ്ട. അവിടെ കുറച്ച് ബാഗ് എന്തൊക്കെ ഇരിക്കുന്നു. എന്തോ പെട്ടിയാണെന്ന് തോന്നുന്നു. പെട്ടിയല്ലോ എന്നാലും അവിടെ തന്നെ അവിടെയാണ് ഞാൻ ലാൻഡ് ചെയ്യുന്നത്. ഇവിടെ എന്തോ ഒരു തുള്ളി സാധനം. ഗണ്ണൊക്കെ അവിടെ ഉണ്ട്. ഓക്കെ അപ്പൊ നമ്മള് ഇവിടെ ഇറങ്ങിയാൽ നമ്മളെ സുരക്ഷ നല്ലതാണ്. നമുക്ക് ഇവിടെ ഇറങ്ങാം. എന്തൊക്കെയോ ഉണ്ട്. ഇത് വെറുതെ ആയിരുന്നല്ലേ. കണ്ടത് ഞാൻ കണ്ടെല്ലാം പോയ. അപ്പൊ തോക്കൊക്കെ എവിടെ ആയിരുന്നു? അയ്യോ തോക്കൊക്കെ എവിടെ പോയി? തോക്കൊക്കെ ഇവിടെയാ. പിന്നെ ആണ്ടിരിക്കുന്ന കണ്ണ് എവിടെയാണ്? ആ സെറ്റ് തോക്ക് കിട്ടി. അവിടെ അല്ലേടി? അത് അങ്ങനെയാണോ പാമാടായ അങ്ങനെയാണോ? അതിനായിട്ട് ഞാൻ അവിടെ നിൽക്കുന്നു. അവന്മാരുടെ ഇതൊന്നും കുഴപ്പമൊന്നുമില്ല. നമ്മള് എസ്കേപ്പ് ആവും. ഇതാരും ഇല്ലല്ലോ. ആരും ഇല്ല. നമ്മൾ ഒളിച്ചും പാത്തോളി നമുക്ക് കൊല്ലാൻ നോക്കാം. അതിന് നമ്മൾ നല്ലൊരു കണ്ണെടുക്കാം. ഇവിടെ വെച്ചിട്ട് അങ്ങനെ വെടിവെക്കാൻ പറ്റുമോ? ഓക്കെ ഇത് വെച്ച് നമുക്ക് വല്ല ഒളിച്ചും പാത്തും കൊല്ലാൻ പറ്റുമോ? ഞാൻ ട്രൈ നോക്കട്ടെ.
ആരും ഇല്ലെന്ന് ഞാൻ എണീറ്റിട്ട് ആരും ഇല്ലെന്ന് തോന്നുന്നു വന്നിപ്പോ ഞാൻ എല്ലാരെയും ഒന്ന് തീർത്തെന്ന് തോന്നുന്നു. നമുക്ക് ഇങ്ങോട്ട് ഒന്ന് പോയി നോക്കാം കേട്ടാ, വെറുതെ അവിടെ തന്നെ നിൽക്കണ്ട. ഇവിടെ ഒക്കെ നിന്ന് പോയി നോക്കാം, അവിടെ വല്ലോ മാറിയാണെങ്കിൽ. പക്ഷേ അവിടെ നിന്നായിരുന്നു വളരെ രാവിലെ. അയ്യോ അയ്യോ, അവിടെ ഒരുത്തുണ്ട്. എനിക്ക് വേണം എന്റെ മണ്ടയ്ക്ക് ശബ്ദം കേൾക്കാൻ എനിക്ക് ഭയം. എനിക്ക് ഭയം. അവനെ കണ്ട് ഞാൻ ഓടി. അയ്യോ അയ്യോ, പോടാ പോടാ അമ്മേ, ഇതൊക്കെ എന്തൊക്കെയാണ് ഇവൻ. അയ്യോ പോടാ ദുഷ്ട, ഇതെന്തതാ ഇത്. അമ്മച്ചി ഇത് പോണില്ലേ? വാങ്ങി രക്ഷപ്പെട്ടു. അതെന്താ വരൂ ഇപ്പൊ. എന്റെ പൊന്നെ രക്ഷപ്പെട്ടോ, അല്ലാന്ന് രക്ഷപ്പെട്ടോ. എന്റെ പൊന്നെ രക്ഷപ്പെട്ടാ, ഓടാ ഓട്. രക്ഷപ്പെട്ടു പോകുന്നില്ല, രക്ഷപ്പെട്ടു പോകും. ഈ കാര്യം ചെയ്യാൻ നമുക്ക് ഇങ്ങനെ ഓടിയിട്ടേ കുറ്റിക്കാട്ടി പോയി ഒളിച്ചിരിക്കും. ഇതാകുമ്പോ ഒന്നും കുഴപ്പമില്ല. രക്ഷപ്പെട്ടു ഇവിടെ അങ്ങനെ ആയത് നമ്മളെ കാണാൻ വളരെ ഇത് കുറവാണ്. സോ നമുക്ക് ഇവിടെ ഒളിച്ചിരുന്ന ആരും നമ്മളെ കണ്ടുപിടിക്കത്തില്ല. നമുക്ക് വല്ല വെടിയും വല്ലതും വെക്കണ്ട മൊത്തത്തിൽ. ഓക്കെ, നമുക്ക് ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ഒളിച്ചും പാത്തും ഇങ്ങനെ ഒന്ന് വെടി വെക്കാം. എന്തോ ഒരു യുദ്ധം കേട്ടാ. പക്ഷെ യുദ്ധം നടക്കുമ്പോഴൊക്കെ ഞാൻ പോയി ഇടപെടണം ശരിയല്ലല്ലോ. വെള്ളത്തിൽ വെള്ളം ഉണ്ടാകും. ഇനി എല്ലാം വരുമെന്ന് തോന്നി ഇങ്ങോട്ട്. ഈ വെടി വെച്ച കേട്ട് കാണും, കുറെ എണ്ണം ഈ വെടി വെച്ച കേട്ട് കാണും. എന്തോടെ ഇവിടെ ആരും, എനിക്കൊന്നും ഇവിടെ ആരും ഇല്ലയാണ്. കുഴപ്പമില്ല, നമുക്ക് ഇന്ന് ഇറങ്ങാം. നമുക്ക് ഒരു കാര്യം ചെയ്യാം, പെട്ടെന്ന് പോയിട്ടേ നമുക്ക് ആ പടിയാണ്, അവിടെ പടി കയറി അതിന്റെ മേളിൽ കയറിയിട്ട് നീ കൊല്ലാൻ പറ്റുമെന്ന് തോന്നുന്നു. അയ്യോ അയ്യോ അയ്യോ, അവിടെ കുറച്ച് നിൽക്കല്ലായിരുന്നോ? കുറച്ച് നിൽക്കായിരുന്നു കേട്ടാ. എനിക്ക് അറിയത്തില്ല. സോ ഞാൻ എസ്കേപ്പ് ആവുന്നുണ്ട്. അവൻ ചാവാത്തല്ലേ? അയ്യോ എന്റെ പൊന്ന്. ഞാൻ ചാവുന്നില്ല, അവൻ മാത്രം ചാവുന്നില്ല. ഞാൻ ചാവുന്നില്ല, അവൻ ചാവുന്നില്ല. എനിക്ക് പരാതിയുണ്ട്. ഓട്രാ ദുഷ്ടാ, എന്തോ ഞാൻ ചാവുന്നില്ല. ഞാൻ അതിന്റെ മണ്ടയ്ക്കറിയുന്നില്ലെന്ന്. ഞാൻ കൊറേ വീഡിയോ വെച്ചു, പക്ഷെ അവൻ ചാവുന്നില്ല. ഉണ്ടോ? ഹായ് ക്യൂട്ടി, ഹായ്. എനിക്കങ്ങനെ ഇതാക്കാൻ ഇഷ്ടപ്പെടാനില്ല. എന്തോ സാധനം, എന്തുവാ അവന്റെ ദുഷ്ടൻ ദുഷ്ടൻ. നമ്മള് 14 ഓക്കെ. അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ നമ്മുടെ എന്തുവാ പുതിയ RTX 5050 അൺബോക്സ് ചെയ്ത വീഡിയോ എല്ലാവരും കാണുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ ആ വീഡിയോ കാണാം. പിന്നെ നിങ്ങൾ ഈ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാവുള്ളത് എല്ലാം ചെയ്തേക്കാം. നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ വരാം. ഓക്കെ, എല്ലാവർക്കും ബൈ ബൈ.